Hi learners, welcome to iPlus Training Solutions. UGC Net Computer Science ന്റെ ഡിസംബർ 2025 എന്ന് പറയുന്ന സെഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അനദർ വൺ PYQ സെഷനിലേക്ക് എല്ലാ ലേണേഴ്സിനും സ്വാഗതം. സോ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? യെസ്. So we'll be move on to our first question. Which of the following is not true about constructor? കൺസ്ട്രക്ടറിനെ കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൽ ഏതൊക്കെയാണ് ട്രൂ അല്ലാത്തത് എന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ വെൻ ഫസ്റ്റ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് when an object is created, ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു and initialize ചെയ്തിട്ടുണ്ട് at the same time a copy constructor gets called. ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു ആൻഡ് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നു സെയിം ടൈമിൽ ആൻഡ് എ കോപ്പി കൺസ്ട്രക്ടർ ഗെറ്റ് കോൾഡ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ദേ ഡു നോട്ട് ഹാവ് എ റിട്ടേൺ ടൈപ്പ് ആൻഡ് നോട്ട് ഈവൻ വോയിഡ്. അതിന് റിട്ടേൺ ടൈപ്പും ഇല്ല വോയിഡും ഇല്ല. മൂന്ന് ദേ ക്യാൻ ബി വെർച്വൽ, അത് വെർച്വൽ ആവാം. നാല് they cannot be inherited, അത് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. and though a derived class can call the base class constructor, മാത്രമല്ല ഒരു ഡിറൈവ്ഡ് ക്ലാസ്സിന് ബേസ് ക്ലാസ് കൺസ്ട്രക്ടറിന് കോൾ ചെയ്യാം. സോ ഇതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ക്വസ്റ്റ്യൻ ഇതാണ്, കൺസ്ട്രക്ടറുമായി ബന്ധപ്പെട്ടിട്ടല്ലാതെ വരുന്നത്, അതായത് വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് ട്രൂ അബൌട്ട് ദ കൺസ്ട്രക്ടർ. സോ കൺസ്ട്രക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോൾസ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയെന്നാണ് നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. സോ നമുക്ക് ഓപ്ഷനിലോട്ട് പോവാം. യെസ്, ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ 3, ദേ ക്യാൻ ബി വെർച്വൽ. സോ കൺസ്ട്രക്ടർ ഒരിക്കലും വെർച്വൽ ആവുന്നില്ല. സോ കൺസ്ട്രക്ടർ വെർച്വൽ ആണ് എന്ന് പറഞ്ഞു തന്നിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ആക്ച്വലി റോങ്. സോ ഷാൽ വി മൂവ് ഓൺ ടു ദി എക്സ്പ്ലനേഷൻ. സോ ഇനി നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ ഒരു കൺസ്ട്രക്ടർ, ആക്ച്വലി എന്തൊക്കെയാണ് ഇതിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ്സ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. സോ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ മെമ്പർ ഫങ്ഷൻസ് ആണ്. ഏതിൽ യൂസ് ചെയ്യുന്ന? സോ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ഒരു മെമ്പർ ഫങ്ഷൻസ് ആണ്. അത് യൂസ് ചെയ്തിരിക്കുന്നത് OOPS-ലാണ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ. അത് ഇനീഷ്യലൈസ് ചെയ്യുന്നുണ്ട് when an object is created. ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് ആര് വരുന്നത്? കൺസ്ട്രക്ടർ അവിടെ initialize ചെയ്യുന്നത്. So constructor is a special member function in an object oriented program. അത് initialize ചെയ്യുന്നുണ്ട് ഒരു ഒബ്ജക്റ്റിനെ when it is created. രണ്ടാമത്തെ കാര്യം, കൺസ്ട്രക്ടറിന് ഒരിക്കലും എന്തില്ല? റിട്ടേൺ ടൈപ്പ് ഇല്ല. ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട്സ് ആണ്. കൺസ്ട്രക്ടേഴ്സിന് എന്തില്ല? റിട്ടേൺ ടൈപ്പ് വരുന്നില്ല, ഈവൻ വോയിഡ്. കൺസ്ട്രക്ടേഴ്സിന് റിട്ടേൺ ടൈപ്പും വരുന്നില്ല, വോയിഡും വരുന്നില്ല. മൂന്നാമത്തെ കാര്യം, കൺസ്ട്രക്ടേഴ്സ് ഒരിക്കലും ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല. കൺസ്ട്രക്ടേഴ്സ് cannot be inherited. However, a derived class constructor can call the base class constructor. രണ്ടാമത്തെ കാര്യം, കൺസ്ട്രക്ടറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഒരു ഡിറൈവ്ഡ് ക്ലാസ് കൺസ്ട്രക്ടർ ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ബേസ് ക്ലാസ് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ കൺസ്ട്രക്ടറിന് റിട്ടേൺ ടൈപ്പ് ഇല്ല, വോയിഡ് ഇല്ല, കൺസ്ട്രക്ടറിനെ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല, കൺസ്ട്രക്ടറിന് എന്ത് ചെയ്യാൻ പറ്റും? ഡിറൈവ്ഡ് ക്ലാസ്, അതായത് ഒരു ഡിറൈവ്ഡ് ക്ലാസ് കൺസ്ട്രക്ടറിന് എന്ത് ചെയ്യാൻ പറ്റും? ബേസ് ക്ലാസ് കൺസ്ട്രക്ടറിനെ എന്ത് ചെയ്യാൻ പറ്റും? കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് അതിനകത്തുള്ളത്. ഇനി കൺസ്ട്രക്ടേഴ്സ് ഒരിക്കലും വെർച്വൽ ആവില്ല. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൺസ്ട്രക്ടേഴ്സ് cannot be declared as virtual. കാരണം എന്താന്ന് വെച്ചാൽ കൺസ്ട്രക്ടർ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് കൺസ്ട്രക്ടർ ഇനീഷ്യലൈസ് ചെയ്യുന്നത് ആണല്ലോ. സോ ഒരിക്കലും ആ ഒരു കൺസ്ട്രക്ടർ എന്താവാൻ പാടില്ല? വെർച്വൽ ആവാൻ പാടില്ല. സോ ദ കൺസ്ട്രക്ടേഴ്സ് ആർ യൂസ്ഡ് ടു ഇനീഷ്യലൈസിങ് ആൻ ഒബ്ജക്റ്റ് ആൻഡ് ദ വെർച്വൽ മെക്കാനിസം, അതായത് C++ലെ വെർച്വൽ മെക്കാനിസം ആക്ച്വലി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പോളിമോർഫിസത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ദ വെർച്വൽ മെക്കാനിസം വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ C++, വിച്ച് ഈസ് യൂസ്ഡ് ഫോർ എന്താണ് ആക്ച്വലി? പോളിമോർഫിസം ആണ്. സോ ദാറ്റ് ഈ ഒരു കൺസ്ട്രക്ടേഴ്സ് വെർച്വൽ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇസ് റിയലി റോങ്. ദെൻ ഈ കൺസ്ട്രക്ടേഴ്സിന് കോപ്പി ഉണ്ടാവും അല്ലെ. സോ കോപ്പി കൺസ്ട്രക്ടേഴ്സ് ആർ കോൾഡ്. അത് എപ്പോഴാണ് കോൾ ചെയ്യുന്നത്? കോപ്പി കൺസ്ട്രക്ടേഴ്സ് കോൾ ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു ആൻഡ് ഇനീഷ്യലൈസ്ഡ് വിത്ത് അനദർ ഒബ്ജക്റ്റ് ഓഫ് ദി സെയിം ക്ലാസ്. അതായത്
ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു ആൻഡ് അത് ഇനി ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു ആൻഡ് അനദർ ഒബ്ജക്റ്റ് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നു എങ്ങനെ വിത്ത് ദ സെയിം ഒബ്ജക്റ്റ് ഓഫ് ദി ക്ലാസ്. അതിനെ കോപ്പി കൺസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്നു. സോ കോപ്പി കൺസ്ട്രക്ടേഴ്സ് കോൾ ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അത് അതായത് സെയിം ക്ലാസ്സിൽ തന്നെ വേറൊരു ഒബ്ജക്റ്റിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇനീഷ്യലൈസ് ചെയ്തു. സോ ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോപ്പി കൺസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി അഡീഷണൽ ഇൻഫോർമേഷൻ ആണ്, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ടേഴ്സ് ആണ് നോക്കാം. So different type of constructors. First one is default constructor. Default constructor എന്ന് പറയുന്നത് default ആണ്, ഒന്നും എടുക്കുന്നില്ല, ഒരു വാല്യൂ ഇല്ല സ്പെസിഫിക് ആയിട്ട്. അതായത് a constructor that takes no argument and അത് ഇനീഷ്യലൈസ് ചെയ്യുന്നുണ്ട് ഡാറ്റ മെമ്പേഴ്സ് with default value. അതിനെ default constructors എന്ന് പറയുന്നു. സോ ഒരു കൺസ്ട്രക്ടർ അത് എടുക്കുന്നത് നോ ആർഗ്യുമെന്റ്സ് ആണ്, ദാറ്റ് ഈസ് ടേക്കിംഗ് നോ ആർഗ്യുമെന്റ്സ് ആൻഡ് അത് ഇനീഷ്യലൈസ് ചെയ്യുന്നുണ്ട് ഡാറ്റ മെമ്പേഴ്സ് വിത്ത് the default values. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആണ്. സോ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് അത് അനദർ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ടർ ആണ്. പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്ടർ that takes the argument to initialize an object with specific value. അതൊരു ആർഗ്യുമെന്റ് എടുക്കുന്നു, ഓക്കെ, ഒരു ആർഗ്യുമെന്റ് എടുക്കുന്നു, ആ ആർഗ്യുമെന്റിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്പെസിഫിക് വാല്യൂ തരുന്നു. സോ എ കൺസ്ട്രക്ടർ that takes the argument to initialize an object with specific value, അതാണ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. ഇനി വരുന്നത് കോപ്പി കൺസ്ട്രക്ടർ. അതായത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ കോപ്പി നമ്മൾ ഉണ്ടാക്കുന്നതിനാണ് കോപ്പി കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. സോ കോപ്പി കൺസ്ട്രക്ടർ മീൻസ് ദ കൺസ്ട്രക്ടർ വിൽ ക്രിയേറ്റ് എ ന്യൂ ഒബ്ജക്റ്റ് ആസ് എ കോപ്പി ഓഫ് ദി എക്സിസ്റ്റിംഗ് ഒബ്ജക്റ്റ്. എക്സിസ്റ്റിംഗിന്റെ ഒരു കോപ്പിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ ദാറ്റ് വിൽ ബി കംസ് അണ്ടർ കോപ്പി കൺസ്ട്രക്ടർ. ഇനി ഈ ഒരു കൺസ്ട്രക്ടറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ കൺസ്ട്രക്ടേഴ്സിന് എന്തുണ്ടാവും, കൺസ്ട്രക്ടേഴ്സ് ഹാവ് ദ സെയിം നോഡ് ആസ് ദി ക്ലാസ്. സോ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കൺസ്ട്രക്ടേഴ്സിന് സെയിം നെയിം ആയിരിക്കും ക്ലാസിന്റെ പോലെ തന്നെ ആൻഡ് ദേ ആർ ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഒബ്ജക്റ്റ് ഓഫ് ദി ക്ലാസ്, ഒരു ക്ലാസ്സിലെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺസ്ട്രക്ടറിനെ ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് മറ്റൊരു കാര്യം, അത് ഓവർലോഡ് ചെയ്തിട്ടുണ്ട്, ദേ ക്യാൻ ബി ഓവർലോഡഡ് ടു ക്രിയേറ്റ് മൾട്ടിപ്പിൾ കൺസ്ട്രക്ടേഴ്സ് വിത്ത് ഡിഫറെന്റ് പാരാമീറ്റർ ലിസ്റ്റ്. സോ അത് ഓവർലോഡ് ചെയ്യാൻ പറ്റും ടു ക്രിയേറ്റ് മൾട്ടിപ്പിൾ കൺസ്ട്രക്ടേഴ്സ് ആണ് വിത്ത് ഡിഫറെന്റ് പാരാമീറ്റർ ലിസ്റ്റ്. മറ്റ് ഈ ഒരു കൺസ്ട്രക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ കൺസ്ട്രക്ടേഴ്സിന് എന്തുണ്ട്, certain restrictions ഉണ്ട്. അത് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. So the constructors the restriction for the constructors, അതിൽ ഒന്നാണ് constructors cannot be virtual. constructors ഒരിക്കലും എന്താവുന്നില്ല, virtual ആവുന്നില്ല. മാത്രമല്ല ഈ ഒരു virtual functionsനെ will be called as when the object is fully created. So ഇത് ഒരു ക്ലാസ്, ഈ ഒരു ക്ലാസ്സിലെ ഒബ്ജക്റ്റ് ഫുള്ളി ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഇതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വൈൽ ദ കൺസ്ട്രക്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ ദി ഒബ്ജക്ട് ക്രിയേഷൻ, കൺസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്യുന്നത് വെൻ ദ ഒബ്ജക്ട് ഓഫ് ദി ക്ലാസ് ഇസ് ക്രിയേറ്റഡ്, ആ ടൈമിലാണ് നമ്മളത് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. കൺസ്ട്രക്ടേഴ്സിന് ഒരു റിട്ടേൺ ടൈപ്പും ഇല്ല, കൺസ്ട്രക്ടേഴ്സ് സ്റ്റാറ്റിക്കും ആവില്ല, കോൺസ്റ്റന്റും ആവില്ല. ഇതെല്ലാം എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ്, കൺസ്ട്രക്ടേഴ്സിന്റെ റെസ്ട്രിക്ഷൻസിൽ വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സൂപ്പർ ബ്ലോക്ക് ഒബ്ജക്ട് റെപ്രസെന്റേഷൻ ഇൻ എ വെർച്വൽ ഫയൽ സിസ്റ്റം ഓഫ് ലിനക്സ് OS? ഈ സൂപ്പർ ബ്ലോക്ക് ഒബ്ജക്ട് എന്ന് പറയുന്നത് എന്താണ്? സോ വാട്ട് ഈസ് ദ സൂപ്പർ ബ്ലോക്ക് ഒബ്ജക്ട്? അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു വെർച്വൽ ഫയൽ സിസ്റ്റം ആണ് ഓഫ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ വെർച്വൽ ഫയൽ സിസ്റ്റത്തിൽ. സോ എന്താണ് ഈ ഒരു സൂപ്പർ ബ്ലോക്ക് ഒബ്ജക്ട് എന്ന് പറയുന്നത്? നോക്കൂ. സോ ദ ഓപ്ഷൻസ് ആർ, ഫസ്റ്റ് വൺ an ഓപ്പൺ ഫയൽ ആവാം, അല്ലെങ്കിൽ അത് എന്താവാം, ഒരു entire ഫയൽ സിസ്റ്റം ആവാം, അതർവൈസ് ഇറ്റ് ക്യാൻ ബി an ഇൻഡിവിജ്വൽ ഡയറക്ടറി എൻട്രി ആവാം, or else it can be an individual file. സോ ഈ നാല് പോസിബിലിറ്റീസിൽ ഏത് വേണമെങ്കിലും ആവാം. ഒരു സൂപ്പർ ബ്ലോക്ക് ഒബ്ജക്ട് റെപ്രസെന്റേഷൻ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ പെട്ടെന്ന് നോക്കൂ, വാട്ട് ക്യാൻ ബി ദ കറക്റ്റ് ആൻസർ? യെസ്, yes, the correct answer is option number 2. ഒരു entire ഫയൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, സൂപ്പർ ബ്ലോക്ക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ ഒരു
ലിനക്സ് വെർച്വൽ ഫയൽ സിസ്റ്റം ഓർ ലിനക്സ് VFS എടുക്കുകയാണെങ്കിൽ ലിനക്സ് വെർച്വൽ ഫയൽ സിസ്റ്റത്തിനകത്ത് സൂപ്പർ ബ്ലോക്ക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി റെപ്രസെന്റിങ് എൻറ്റയർ ഫയൽ സിസ്റ്റം, മൊത്തം ഫയൽ സിസ്റ്റത്തിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. മാത്രമല്ല അതിനകത്ത് എന്തുണ്ട്, ഇറ്റ് വിൽ ബി കണ്ടെയ്നിങ് മെറ്റാഡാറ്റ ഉണ്ട്, അതായത് ആ ഫയൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട മെറ്റാഡാറ്റ അവിടെ വരുന്നുണ്ട്. മെറ്റാഡാറ്റ ഇൻ ദ സെൻസ് എന്തൊക്കെ വരും, അവിടെ ആ ഒരു സൈസ് വരും, ബ്ലോക്കിന്റെ സൈസ് വരും, ദെൻ സ്റ്റാറ്റസ് വരും. സോ മെറ്റാഡാറ്റ അതായത് ആ ഒരു ഫയൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെറ്റാഡാറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫയലിന്റെ സൈസ്, അതിന്റെ ബ്ലോക്കിന്റെ സൈസ് ആൻഡ് അതിന്റെ സ്റ്റാറ്റസ്. ഇത്രയും കാര്യങ്ങൾ എന്തിൽ വരുന്നുണ്ട്, ഒരു ഫയലിന്റെ മെറ്റാഡാറ്റയ്ക്കകത്ത് വരുന്നുണ്ട്. സോ സൂപ്പർ ബ്ലോക്ക് എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു ക്രൂഷ്യൽ ആണ്. Okay, so super block is crucial for mounting and managing the file system in an operating system. So operating systemത്തില് ഈ ഒരു ഫയലിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം, അതായത് ഫയൽ മാനേജ്, ഫയൽ മൗണ്ട്, ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്, ആക്ച്വലി ഈ ഒരു സൂപ്പർ ബ്ലോക്ക് ആണ്. സോ ഓരോ ഫയൽ സിസ്റ്റവും നമ്മൾ എടുക്കുകയാണെങ്കിൽ, സോ ഇവിടുത്തെ പ്രത്യേകത, ഓരോ ഫയൽ സിസ്റ്റവും നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് യുണീക്ക് ആയിട്ടുള്ള ഒരു സൂപ്പർ ബ്ലോക്ക് ഉണ്ടാവും ഓരോ ഫയൽ സിസ്റ്റത്തിനും. സോ ഓരോ ഫയൽ സിസ്റ്റത്തിനും യുണീക്ക് ആയിട്ടുള്ള സൂപ്പർ ബ്ലോക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് എൻഷുർ ചെയ്യുന്നത് പ്രോപ്പർ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ ആയിരിക്കും. ഓരോ ഫയൽ സിസ്റ്റത്തിനും എന്തുണ്ട്, സൂപ്പർ ബ്ലോക്ക് ഉണ്ട്. സോ ദാറ്റ് അത് എൻഷുർ ചെയ്യുന്നത് പ്രോപ്പർ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് എന്തായിരിക്കും, ഡാറ്റ ആയിരിക്കും. ഇനി മറ്റൊരു കാര്യം, സൂപ്പർ ബ്ലോക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സൂപ്പർ ബ്ലോക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ ഫ്രീ ഓർ യൂസ്ഡ് ആയിട്ടുള്ള, ഫ്രീ അല്ലെങ്കിൽ യൂസ്ഡ് ആയിട്ടുള്ള സൈസ്, ബ്ലോക്ക് and the data block facilitating efficient ആയിട്ടുള്ള resource allocation. സോ നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ ഈവൻ എവിടെയെങ്കിലും ഒരു സ്പേസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ട്, എത്ര സ്പേസ് എംപ്റ്റി ആണ്, ഇത്തരത്തിലുള്ള എത്രത്തോളം ഫ്രീ ഉണ്ട്, എത്രത്തോളം യൂസ്ഡ് ആണ് ആ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്പേസ്, ഇതെല്ലാം നമുക്ക് എന്തിൽ നിന്ന് മനസ്സിലാവും, ഈ ഒരു സൂപ്പർ ബ്ലോക്കിൽ നിന്ന് മനസ്സിലാവും. സോ ദിസ് വിൽ ബി ഫെസിലിറ്റേറ്റിംഗ് എഫിഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സ് അലോക്കേഷൻ ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ഇനി അതിൽ വരുന്ന അഡീഷണൽ ഇൻഫോർമേഷൻ ആണ് ആക്ച്വലി ഈ സൂപ്പർ ബ്ലോക്കിന്റെ ഫങ്ഷൻസ് എന്താണ്. സോ നമുക്ക് കുറച്ച് നോക്കാം. സോ ദ സൂപ്പർ ബ്ലോക്ക് എന്ന് പറയുന്നത് അത് സ്റ്റോർ ചെയ്യുന്നത് എസെൻഷ്യൽ ഇൻഫോർമേഷൻ ആണ് അബൌട്ട് ദ ഫയൽ സിസ്റ്റം, സച്ച് ആസ് ഫയലിന്റെ ടൈപ്പ്, വേർഷൻ, ഇതൊക്കെയാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് അത് സൂപ്പർ ബ്ലോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പോയിന്റേഴ്സ് ടു അതർ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സ് ലൈക്ക് ഇനോഡ് ടേബിൾസ് ആൻഡ് ബ്ലോക്ക് ഗ്രൂപ്പ്സ്. സൂപ്പർ ബ്ലോക്ക് പോയിന്റ് ചെയ്യുന്നുണ്ട് മറ്റ് സ്ട്രക്ചേഴ്സ്, അതായത് ഇനോഡ് ടേബിൾസ് ആയിക്കോട്ടെ, ബ്ലോക്ക് ഗ്രൂപ്പ്സ് ആയിക്കോട്ടെ. ദെൻ സൂപ്പർ ബ്ലോക്ക് ട്രാക്ക് ചെയ്യുന്നുണ്ട് ദ സ്റ്റാറ്റസ് ഓഫ് ദി ഫയൽ സിസ്റ്റം. ഒരു ഫയൽ സിസ്റ്റത്തിന്റെ സ്റ്റാറ്റസിനെ എന്ത് ചെയ്യുന്നുണ്ട്, സൂപ്പർ ബ്ലോക്ക് പോയിട്ട് ട്രാക്ക് ചെയ്യുന്നു. സോ സൂപ്പർ ബ്ലോക്ക് ട്രാക്സ് ദ സ്റ്റാറ്റസ് ഓഫ് ദി ഫയൽ സിസ്റ്റം. ആ സ്റ്റാറ്റസ് എന്ന് പറയുന്ന സമയത്ത് അവിടെ എറേഴ്സ് വരാം, റിക്വയർഡ് റിപ്പയേഴ്സ് വരാം. സോ സൂപ്പർ ബ്ലോക്ക് ട്രാക്ക് ചെയ്യുന്നുണ്ട് സ്റ്റാറ്റസ് ഓഫ് ദ ഫയൽ സിസ്റ്റം. സ്റ്റാറ്റസ് ഓഫ് ദ ഫയൽ സിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് അവിടെ എറേഴ്സ് വരാം, ഓർ ദർ ക്യാൻ ബി എനി റിപ്പയേഴ്സ് ഓൾസോ. ഇനി ഈ ഒരു സൂപ്പർ ബ്ലോക്കിന്റെ ടൈപ്പ് ആണ് വരുന്നത്. ആൻഡ് ദ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ഇൻ എ സൂപ്പർ ബ്ലോക്കിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻസ് വരാം. സോ അതിൽ ഒന്നാണ് ദ ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് ഇൻ എ ബ്ലോക്ക് ഇൻ ദ ഫയൽ സിസ്റ്റം. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഇ നോഡ്സ് എത്രയാണ്, ആ ഒരു ഫയൽ സിസ്റ്റത്തിൽ ടോട്ടൽ നമ്പർ ഓഫ് എത്ര ഇ നോഡ്സ് ഉണ്ട്, എത്ര ബ്ലോക്സ് ഉണ്ടെന്ന് മനസ്സിലാവും. ആൻഡ് ബ്ലോക്കിന്റെ സൈസ്, ഫ്രാഗ്മെന്റിന്റെ സൈസ്, ഇതും നമുക്ക് സൂപ്പർ ബ്ലോക്കിൽ മനസ്സിലാവും. ആൻഡ് ഫ്രീ ബ്ലോക്സ് എത്രയാണ്, ഫ്രീ ഇ നോഡ്സ് എത്രയാണ്, that also we will be getting. and what is a mount status, what is a last mount time. ഇപ്പൊ കറന്റ്ലി ഉള്ള മൗണ്ട് സ്റ്റാറ്റസ് എത്രയാണ്, ലാസ്റ്റ് മൗണ്ട് ചെയ്തിരിക്കുന്ന ടൈം എത്രയാണ്, അതും നമുക്ക് കിട്ടും. ഇനി നമ്മൾ പറയുന്നത് ഒരു ഫയൽ സിസ്റ്റം മാനേജ്മെന്റിന്റെ സോ ഒരു സൂപ്പർ ബ്ലോക്ക് എനേബിൾ ചെയ്യുന്നുണ്ട് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു ലൊക്കേറ്റ് ആൻഡ് മാനേജ് ദ ഫയൽ എഫക്റ്റീവ്ലി. സോ സൂപ്പർ ബ്ലോക്കിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ, അതായത് എവിടെയൊക്കെ ഫയൽ വെക്കണം, എവിടെയൊക്കെ ലൊക്കേറ്റ് ചെയ്യണം എന്നുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും.
So the corruption of a super block, ഒരു super blockന്റെ corruption അത് render ചെയ്യുന്നുണ്ട് file systemത്തിനെ and unusable, highlighting its critical role. So corruption of a super block, ഒരു super blockന്റെ corruption render ചെയ്യുന്നുണ്ട് file systemത്തിനെ so that അത് unusable ആവുന്നുണ്ട്, അത് highlight ചെയ്യുന്നുണ്ട് അതിന്റെ critical roleനെ. And ഈ ഒരു സൂപ്പർ ബ്ലോക്കിന്റെ സപ്പോസ് നമ്മൾ certain back copies എടുത്തു വെക്കുകയാണെങ്കിൽ the backup copies of the super block are often stored in alternate location for the recovery purposes. Just കുറച്ച് add on notes ആണ്, നിങ്ങൾ അതൊന്ന് വായിച്ചാൽ മതി. And the related concept നമ്മൾ പറഞ്ഞു എന്താണ് ഈനോഡ്, ഡാറ്റ ബ്ലോക്ക്, മൗണ്ടിങ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നോക്കാം. ഈനോഡ്സ് എന്ന് പറയുന്നത് മെറ്റാഡാറ്റയാണ്, അത് സ്റ്റോർ ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ഫയൽസിന്റെയും ഡയറക്ടറീസിന്റെയും. ഡാറ്റ ബ്ലോക്ക് എന്ന് പറയുന്നത് ആക്ച്വൽ കണ്ടന്റ് ഓഫ് ദി ഫയൽ ആണ് അതിനകത്ത് ഉണ്ടാവുന്നത്. മൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് ദ ഫയൽ സിസ്റ്റം ആക്സസിബിൾ ടു ദ യൂസേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്. ആ ഒരു ഫയൽ സിസ്റ്റം യൂസേഴ്സിനും ആപ്ലിക്കേഷൻസിനും ആക്സസിബിൾ ആവുക, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. That is also comes under this thing. Okay. Any അടുത്ത question. Given below are two statements and ഒന്ന് label ചെയ്തിരിക്കുന്ന assertion and another one is reason. So assertive statement നോക്കാം. Let R is subset and equal to A cross A. R is subset and equal to A cross A ആണ്. This is a binary relation. അത് define ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. A is equal to N cross N such that A comma B set A comma B comma C comma D, A comma B യും C comma D യും ഈ ഒരു pairs ഇത് belong ചെയ്തിരിക്കുന്നത് R ലാണ്. If and only if A less than or equal to C, B less than or equal to D. A less than or equal to C ആണ്, B less than or equal to D ആണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു binary relation R partial order ആണെന്നാണ് പറഞ്ഞത്. So that this binary relation R is a partial order. രണ്ടാമത്തെ കാര്യം, ഒരു reason തന്നിരിക്കുന്നത്, the reason is a binary relation will be partial order if this satisfy reflexive, antisymmetric and transitive. ഒരു ബൈനറി റിലേഷൻ പാർഷ്യൽ ഓർഡർ ആണെങ്കിൽ അത് റിഫ്ലെക്സീവ്, ആന്റിസിമെട്രിക് ആൻഡ് ട്രാൻസിറ്റിവിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം എന്നാണ് റീസണിൽ പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾ നോക്കുക, നല്ല രീതിയിൽ വായിച്ചിട്ട് പറയാ what can be the correct answer. So the options are both A and R are correct and R is the correct explanation of A. Second, both A and R are correct but R is not the correct explanation of A. Third, A is correct but R is not correct. Fourth, A is not correct but R is correct. So നിങ്ങൾ നോക്കിയിട്ട് പറയൂ ഏതാണ് നമ്മുടെ correct answer എന്ന്. What can be the correct answer? Yes, your correct answer is option number 4. A is not correct but R is correct. A correct അല്ല, പക്ഷെ R correct ആണ്. നോക്കാം, ഒരു റിലേഷൻ, ആ റിലേഷനിൽ R subset and equal to A cross A ആണ്. Where suppose A എന്ന് പറയുന്ന ഒരു നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ N cross N ആണ്, നാച്ചുറൽ നമ്പേഴ്സിലാണ്. സോ അതിന്റെ ഇതിലുള്ള ഒരു പെയറാണ് സപ്പോസ് AB, ഇതിലുള്ള ഒരു പെയറാണ് CD. അങ്ങനെയെങ്കിൽ R is related to, R എന്ന് പറയുന്ന റിലേഷൻ എങ്ങനെയാണ് വരുന്നത്, A less than or equal to C or you can write B less than or equal to D. C ഒരു പാർഷ്യൽ ഓർഡർ ആണെങ്കിൽ ഇത് കറക്റ്റ് ആണ്. പാർഷ്യൽ ഓർഡർ ആണെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് ഒന്ന് റിഫ്ലെക്റ്റീവ്, രണ്ട് ആന്റിസിമെട്രിക്, മൂന്ന് ട്രാൻസിറ്റീവ്. ഈ മൂന്ന് കാര്യങ്ങളും വന്നെങ്കിൽ മാത്രമേ അത് പാർഷ്യൽ ഓർഡർ ആവുള്ളൂ. ഇനി നോക്കുക, ഈ റിഫ്ലെക്സീവ് എന്ന് ഉദ്ദേശിക്കുന്നത് എ ബി എന്ന് പറയുന്ന രണ്ട് പെയർ ഞാൻ എടുത്താൽ A less than or equal to A, B less than or equal to B, ഇതിനെയാണ് നമ്മൾ റിഫ്ലെക്സീവ് എന്ന് പറയുന്നത്. ആന്റിസിമെട്രിക്, സപ്പോസ് ഞാൻ എന്ത് ചെയ്തു 1 2 and 2 1 എടുത്തിട്ടുണ്ടെങ്കിൽ 1 less than or equal to 2 ആണ് and 1 less than or equal to 2 ഇവിടെയും ട്രൂ ആണ്. ഈ ഒരു കേസ് എടുത്താലും 1 less, അതായത് 1 2 2 1 പെയർ എടുത്താലും 2 1 1 2 പെയർ എടുത്താലും അതെന്താണ്, ആന്റിസിമെട്രിക് ടെസ്റ്റ് ഫോളോ ചെയ്യുന്നു. പക്ഷേ അതാണെന്നാണ് നമ്മൾ പറയുന്നത്. ബട്ട് ഹിയർ 1 2 is not equal to 2 1, അതുകൊണ്ട് ഇവിടെ ആന്റിസിമെട്രി ഫെയിൽ ആയി. മൂന്നാമത്തെ കാര്യം, ആന്റിസിമെട്രി ഫെയിൽ ആണ്. സപ്പോസ് ഈ ഒരു റിഫ്ലെക്സീവ്, ആന്റിസിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് ഏതെങ്കിലും ഒന്ന് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വോണ്ട് ബി ഇൻ ദ പാർഷ്യൽ. സോ ഇത് എന്താവുന്നില്ല, ഇത് പാർഷ്യൽ ഓർഡർ അല്ല. സോ ദാറ്റ് ദ അസർഷൻ A is false. ഇനി
റിഫ്ലെക്സീവിന്റെ എല്ലാം കണ്ടീഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. റിഫ്ലെക്സീവ് എന്ന് പറയുന്നത് A റിലേറ്റഡ് ടു A ആയിരിക്കും. ആന്റിസിമെട്രിക് എന്ന് പറയുന്നത് R റിലേറ്റഡ് ടു B ആൻഡ് A റിലേറ്റഡ് ടു B ആണ് ആൻഡ് A റിലേറ്റഡ് ടു B യും B റിലേറ്റഡ് ടു A യും ആണെങ്കിൽ A ഈക്വൽ ടു B. ഇതാണ് എന്ത് ആന്റിസിമെട്രിക്. ട്രാൻസിറ്റീവ് പറയുന്നത് A റിലേറ്റഡ് ടു B, B റിലേറ്റഡ് ടു C അങ്ങനെയാണെങ്കിൽ A റിലേറ്റഡ് ടു C ആയിരിക്കണം. അതാണ് അതാണ് ട്രാൻസിറ്റീവ് പറയുന്നത്. സോ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വോണ്ട് ബി കമ്മിങ് അണ്ടർ പാർഷ്യൽ ഓർഡർ. ഓക്കെ, സോ shall we move on to our next question? So the next question is, again there is a statement, assertion and reasoning. Assertive statement തന്നിരിക്കുന്നത്, സോ അസർട്ടീവ് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് വൺ പെർസിസ്റ്റന്റ്, അതായത് CSMA പ്രൊവൈഡ് ചെയ്യുന്നത് ലോ ഡിലേ ആണ് അണ്ടർ ദ ലോ ലോഡ് കണ്ടീഷൻ. സോ ദ അസർട്ടീവ് സ്റ്റേറ്റ്മെന്റ് ഇസ് വൺ പെർസിസ്റ്റന്റ് CSMA വിൽ ബി പ്രൊവൈഡിങ് ലോ ഡിലേ അണ്ടർ ദ ലോ ലോഡ് കണ്ടീഷൻസ്. റീസൺ തന്നിരിക്കുന്നത് when a channel is free, ഒരു ചാനൽ ഫ്രീ ആണെങ്കിൽ the stations will be transmits immediately without any random delay. സോ ഏതെങ്കിലും ഒരു ചാനൽ ഫ്രീ ആണെങ്കിൽ ആ സ്റ്റേഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും വിതൗട്ട് എനി റാൻഡം ഡിലേ, ആൻഡ് ദിസ് വിൽ ബി എൻഷുറിംഗ് ക്വിക്ക് ആക്സസ് ആൻഡ് മിനിമൽ ഡിലേ. Reason, when a channel is free, the station will be transmit the immediately without any random delay. This will be ensuring the quick access and minimal delay. So ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സ്. സോ നിങ്ങൾ നല്ലപോലെ വായിച്ചിട്ട് പറയൂ what can be the correct answer. Yes, I'll read the options. You go through the questions. The first option, A and R are correct. R is the correct explanation of A. Second, both A and R are correct, but R is not the correct explanation of A. Third, A is correct, but R is not correct. Fourth one, A is not correct, but R is correct. പറയൂ എന്തായിരിക്കും നമ്മുടെ correct answer? Yes, what can be our correct answer? The correct answer is option number 1, A and R are correct and R is the correct explanation of A. So this is our answer. സോ നമുക്ക് നോക്കാം എങ്ങനെയാ അത് വരുന്നതെന്ന്. സോ നിങ്ങൾ നോക്കുക, വൺസ് പെർസിസ്റ്റന്റ് CSMA എന്ന് പറയുന്നത് അതൊരു പ്രോട്ടോകോൾ ആണല്ലോ. വൺ പെർസിസ്റ്റന്റ് CSMA ഇസ് എ പ്രോട്ടോകോൾ ഇൻ വിച്ച് എ സ്റ്റേഷൻ വിൽ ബി ട്രാൻസ്മിറ്റ് ഇമ്മീഡിയറ്റ്ലി. സോ വൺ പെർസിസ്റ്റന്റ് CSMA എന്ന് പറയുന്നത് ഒരു പ്രോട്ടോകോൾ ആണ്. ഒരു സ്റ്റേഷൻ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും when the channel is found to be ideal without any random delay. Okay, so one persistent CSMA എന്ന് പറയുന്നത് ഒരു പ്രോട്ടോകോൾ ആണ്, ആൻഡ് ഇൻ വിച്ച് ഈ ഒരു സ്റ്റേഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് ഇമ്മീഡിയറ്റ്ലി when the channel is, ഏതെങ്കിലും ഒരു ചാനൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഐഡിയൽ ആയിട്ടാണ് എംപ്റ്റി ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിലും ഒട്ടും ഡിലേ ചെയ്യാതെ തന്നെ അടുത്തത് അങ്ങോട്ട് പോകും. സോ ഈ ഒരു അതായത് ഒന്ന് എംപ്റ്റി ആകുമ്പോഴേക്കും അത് ഫിൽ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഡിലേ കുറവായിരിക്കും. സോ ദിസ് വിൽ ബി എൻഷുറിംഗ് മിനിമൽ ഡിലേ ആയിരിക്കും അണ്ടർ ദ ലോ ലോഡ് കണ്ടീഷൻസ്. സോ ഇവിടെ മിനിമം ഡിലേ ആയിരിക്കും വരുന്നത് അണ്ടർ ദ ലോ ലോഡ് കണ്ടീഷൻസ്. ആൻഡ് ഓൾസോ ഈ ഒരു സ്റ്റേഷൻസിന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ദ ചാനൽസ് ക്വിക്ലി വിതൗട്ട് വെയിറ്റിംഗ്. അതായത് ഈ സ്റ്റേഷൻസിന് ചാനൽസിനെ ആക്സസ് ചെയ്യാം, അതായത് ഒന്ന് കഴിഞ്ഞ് അടുത്തതിലേക്ക് ഒരുപാട് ടൈമിംഗ് എടുക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ നീങ്ങാം. സോ അതുകൊണ്ട് തന്നെ ഡിലേ വരുന്നില്ല. സോ ഇനി അസർട്ടീവ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കുക. ഇവിടെ വൺ പെർസിസ്റ്റന്റ് CSMA പ്രൊവൈഡ് ചെയ്യുന്നത് ലോ ഡിലേ ആണ് അണ്ടർ ദ ലോ ലോഡ് കണ്ടീഷൻസ്. സോ അത് കറക്റ്റ് ആണ്. റീസൺ ഇസ് ഓൾസോ സ്റ്റേറ്റ് ദാറ്റ് ഇമ്മീഡിയറ്റ് ട്രാൻസ്മിഷൻ ഉണ്ടാവുന്നത് upon finding the channel free and leads to the quick access and the minimal delay. കറക്റ്റ് ആണല്ലോ. അതായത് സപ്പോസ് ആ ഒരു ചാനൽ, ഏതെങ്കിലും ഒരു ചാനൽ സപ്പോസ് നമ്മൾ ഫ്രീ ആയിട്ട് കാണുക, ഐഡിയൽ ആയിട്ട് കാണുമെങ്കിൽ വേഗം അവിടെ കൊണ്ടുപോയിട്ട് ഫില്ല് ചെയ്യാം. സോ വേഗം ഫില്ല് ചെയ്യുക എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന്റെ ഡിലേ കുറയ്ക്കുക എന്നുള്ളതാണ്. സോ ഡിലേ കുറയ്ക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് സപ്പോസ് ലോ ലോഡ് കണ്ടീഷൻസ് ആണെങ്കിൽ അവിടെ ഡിലേ കുറവായിരിക്കും. അതായത് wherever it will be found that the channel is ideal, it will be going to be filled. Okay, so therefore the both statements are correct. സോ നമുക്ക് ഈ വൺ പെർസിസ്റ്റന്റിന്റെ കുറച്ച് അഡൗൺ നോട്ട്സ് നമുക്ക് നോക്കാം. സോ ദ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വൺ പെർസിസ്റ്റന്റ്. വൺ പെർസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു സ്റ്റേഷൻ കണ്ടിന്യൂസ്ലി സെൻസ് ചെയ്യുന്നുണ്ട് ചാനലിനെ ആൻഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് ഇമ്മീഡിയറ്റ്ലി വെൻ ദ ചാനൽ ഇസ് ഫ്രീ. ചാനൽ ഫ്രീ ആകുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു.
രണ്ടാമത്തത് അത് പ്രൊവൈഡ് ചെയ്യുന്നത് മിനിമൽ ഡിലേ ആണ് അണ്ടർ ദ ലോ ട്രാഫിക് കണ്ടീഷൻസ്. ലോ ട്രാഫിക് കണ്ടീഷൻസിൽ മിനിമൽ ഡിലേ ആണ്, പക്ഷേ it will be leads to the collision under high traffic. ഹൈ ട്രാഫിക്കിലേക്ക് collision വഴി അത് ഹൈ ട്രാഫിക് ആവാനുള്ള ചാൻസും ഉണ്ട്. ഇനി അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഒന്ന്, അത് എൻഷുർ ചെയ്യുന്നത് ലോ ഡിലേ ആണ് when the load is light and there is no waiting period for the transition. രണ്ടാമത്തെ കാര്യം, the simple to implement, ഇത് വളരെ സിമ്പിൾ ആണ് and efficient channel utilization കൊടുക്കുന്നുണ്ട് even if the high traffic also. ഇനി വൺ പെർസിസ്റ്റന്റിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറയുന്നത്. ഹൈ പ്രോബബിലിറ്റി ഓഫ് കൊളീഷൻസ് ആണ് കൊടുക്കുന്നത് അണ്ടർ ദ ഹെവി ലോഡ് ഡ്യൂ ടു ദി മൾട്ടിപ്പിൾ സ്റ്റേഷൻ വിൽ ബി ട്രൈങ് ടു ആക്സസ് ദി ചാനൽ സൈമൾട്ടേനിയസ്ലി. മൾട്ടിപ്പിൾ സ്റ്റേഷൻസ് ഒരേ ചാനൽ തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. മറ്റൊരു കാര്യം, അത് ഹൈ ട്രാഫിക് ആയിട്ട് വരുന്ന ആ ഒരു എൻവയോൺമെന്റിന് ഈ ഒരു വൺ പെർസിസ്റ്റന്റ് സ്യൂട്ടബിൾ അല്ല. വൈ? ബിക്കോസ് കൊളീഷൻ സംഭവിക്കും. കൊളീഷൻ സംഭവിക്കുമ്പോൾ അവിടെ ഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാരണമാവുന്നുണ്ട്. ഡിലേ ഓർ ഇൻഎഫിഷ്യൻസിക്ക് അത് കാരണമാവുന്നു. ഇനി ദ കമ്പാരിസൺ വിത്ത് അതർ CMA പ്രോട്ടോകോൾ. അതർ CMA പ്രോട്ടോകോളിന്റെ കമ്പാരിസൺ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് ഒന്ന് നോൺ പെർസിസ്റ്റന്റ് CMA ഓർ പി പെർസിസ്റ്റന്റ് CMA. സോ നോൺ പെർസിസ്റ്റന്റ് CMA എന്ന് പറയുന്നത് സപ്പോസ് അത് റാൻഡം ഡിലേ ആണ്, ബിഫോർ റീട്രൈ ചെയ്യുന്നതിന് മുന്നേ റാൻഡം ഡിലേസ് ആണ്. So it will be introduce a random delay before retrying and reducing the collision but increasing the delay. Collisions കുറച്ച് delay എന്ത് ചെയ്യുന്ന അവിടെ കൂട്ടുന്നു. ഇനി P persistent CSMA. So P persistent എന്ന് പറയുന്നത് ഇവിടെ സ്റ്റേഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് ഒരു certain P എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ആണ്. ഒരു certain പ്രോബബിലിറ്റിയുടെ ബേസ് ചെയ്തിട്ടാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതായത് എപ്പോഴാണോ ചാനൽ ഫ്രീ ആവുന്നത് ആ ടൈമിലാണ് അത് ഡിലേ ബാലൻസ് ചെയ്യുന്നതും കൊളീഷൻ പ്രോബബിലിറ്റിനെ കുറിച്ച് അവിടെ ഡിസ്കസ് ചെയ്യുന്നു. സോ ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ വരുന്നത്, നോൺ പെർസിസ്റ്റന്റ് ആൻഡ് P persistent. Okay, so we will move on to the next question. Let P and Q are two regular expressions over E. Two regular expression over E, and if P does not contain E, അങ്ങനെയെങ്കിൽ then the following equations in R, namely equation തന്നിരിക്കുന്നത് R is equal to Q plus RP. Then ഈ Q plus RP ക്ക് ഒരു unique solution ആണ്. That solution is given by, അത് ഏതാ solution എന്നാണ് നമ്മുടെ question. P and Q two regular expression ആണ് over E. If P does not contain E, PD വരുന്നില്ല, then the following equations in R, namely R is equal to Q plus RP. So R ന് ഒരു unique solution ഉണ്ട്, that can be what? So R is equal to Q star P star, R is equal to Q P star, R is equal to P Q star, and R is equal to Q star plus P dash R. ഏതായിരിക്കും ആ ഒരു യുണീക് സൊല്യൂഷൻ എന്ന് പറയുന്നത്? പറഞ്ഞേ, what can be that unique solution? Yes, your answer is option number 2, R is equal to Q P star. എങ്ങനെയാ അത് വന്നത്? സി, നമുക്ക് തന്നിരിക്കുന്ന റെഗുലർ എക്സ്പ്രഷൻ R is equal to Q plus RP ആണ്. ഈ Q plus RP എന്ന് പറയുന്ന റെഗുലർ എക്സ്പ്രഷൻ ഏത് ഫോമിലാണ്? X is equal to A plus XB ഫോമിലാണ്. സോ ആഡൻസ് തിയറം പ്രകാരം if B does not, B നകത്ത് എപ്സിലോൺ ഇല്ലെങ്കിൽ അവിടെ ഒരു യുണീക് സൊല്യൂഷൻ ആണ്, അതാണ് AB star. അതേപോലെ when we are comparing the term, അവിടെ X ന് പകരം എന്താണ്? X ന് പകരം വന്ന ടേം ആണ് R. So this is over X, and P എന്ന് പറയുന്നത് നമ്മുടെ B ആണ്, and A എന്ന് പറയുന്നത് നമ്മുടെ Q ആണ്. That is what we were compared. So അങ്ങനെയെങ്കിൽ അവിടെ സൊല്യൂഷൻ R is equal to Q P star എന്നാണ് വരേണ്ടത്. So Adams theorem പറയുന്നത് X is equal to A plus XB, where epsilon is not belongs to B. X is equal to AB star. അങ്ങനെയെങ്കിൽ ഈ ഒരു റെഗുലർ ഇക്വേഷൻസ് നമുക്ക് ഓട്ടോമാറ്റ തിയറിയിൽ സോൾവ് ചെയ്യാൻ പറ്റും. സോ എപ്സിലോൺ is not belongs to B. This will be guarantee ഒരു യുണീക് സൊല്യൂഷൻ ആണെന്നാണ് കിട്ടുന്നത്. ഈ ഒരു തിയറം വൈഡ്ലി യൂസ് ചെയ്തിരിക്കുന്നത് DFA ആണ്. DFA will gives to RE conversions. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. Okay, so the next question is, arrange the following algorithm from the most efficient to least efficient based on their time complexity. Time complexity യുടെ ബേസ് ചെയ്തിട്ട് മോസ്റ്റ് എഫിഷ്യന്റിൽ നിന്ന് ലീസ്റ്റ് എഫിഷ്യന്റിലോട്ട് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. So shall I move on to the algorithms? Yes,
The first algorithm is given as Kruskal algorithm. Second, breadth first search algorithm. Third, Bellman-Ford algorithm. Fourth one, Dijkstra algorithm. And the fifth one, Edmonds-Karp algorithm. So most efficient ൽ നിന്ന് least efficient ിലോട്ട്, അതായത് ഡിക്രിമെന്റ് ഓർഡറിലാണ് ഇതിൽ നിന്നാണ് നമ്മളോട് കണ്ടുവരാൻ പറഞ്ഞത്. So which algorithm will comes first? Which algorithm will be least efficient? പറഞ്ഞു. So we will move on to our option. We have some option. The first one BDAEC, ഈ order ആവാം. Otherwise ECADB ഇങ്ങനെ ആവാം. Next DBACE or else it can be DCAED. ഇതിൽ ഏത് കറക്റ്റ് ഓർഡറിലാണ് most efficient to least efficient based on their time complexity. So ഏത് അൽഗോരിതം ആയാലും എല്ലാ അൽഗോരിതത്തിന്റെയും ടൈം കോംപ്ലക്സിറ്റി പഠിച്ചു വെക്കുക വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇൻക്രീസ് ഓർഡറിൽ എഴുതാനോ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിലായിട്ടോ എപ്പോഴും ചോദിക്കുന്ന ഒരു റെഗുലർ ഏരിയ ആണ് ഇത്. സോ ദ ആൻസർ ഇസ് തേർഡ് BDACE. സോ ഈ ഒരു ഓർഡറിലാണ് മോസ്റ്റ് എഫിഷ്യന്റ്, അതായത് ഇറ്റ് വിൽ ബി സ്റ്റാർട്ട്സ് വിത്ത് BFS. BFS-ൽ നിന്ന് ഫൈനലി ലീസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള എഡ്മോണ്ട്സ്-കാർപ്പിലോട്ട് പോകും. നമുക്ക് നോക്കാം എന്താണ് ആദ്യം ടൈം കോംപ്ലക്സിറ്റി. എല്ലാ ടൈം കോംപ്ലക്സിറ്റിയും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം നിങ്ങൾ. So first of all, we will be going with the first, that is most efficient time complexity ആയിട്ടുള്ള BFS, or you can call it as breadth first search algorithm. BFS ന്റെ time complexity big O of V plus E ആണ്. So breadth first search എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഈ ഒരു രീതിയിലാണ് അത് പോകുന്നത്, breadthലൂടെ. So ഈ ഒരു രീതിയിൽ പോവാന്ന് നമ്മൾ പറയുന്ന സമയത്ത് അത് highly efficient ആണ്. അത് traverse ചെയ്യുന്നത് vertices and edges exactly one in an unweighted graph. ഒരു unweighted graphൽ ഒറ്റ പ്രാവശ്യം അത് വരുന്നുള്ളൂ. Then the next efficient എന്ന് പറയുന്നത് Dijkstra ആണ്. Dijkstra'യുടെ എന്ന് പറയുന്നത് big O of E plus V log V ആണ്. സോ നിങ്ങൾക്ക് വൺസ് ഈ ഒരു ടൈം കോംപ്ലക്സിറ്റി അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ ഈ ഒരു ഫോർമാറ്റ്, ഈ ഒരു സീക്വൻസ്. നെക്സ്റ്റ് ഇസ് Dijkstra. Dijkstra ആക്ച്വലി യൂസ് ചെയ്യുന്നത് Fibonacci heap ആണ്. ആൻഡ് ഇത് കുറച്ചും കൂടി കോംപ്ലക്സ് ആണ് BFS-നേക്കാളും, ബട്ട് ഇത് ഹൈലി എഫിഷ്യന്റ് ആണ് ഫോർ ഫൈൻഡിങ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ഇൻ എ വെയ്റ്റഡ് ഗ്രാഫ് വിതൗട്ട് നെഗറ്റീവ് വെയിറ്റ്. നെഗറ്റീവ് വെയിറ്റഡ് വെയിറ്റ് ഇല്ലാത്തതിന് നെഗറ്റീവ് ഗ്രാഫിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. അടുത്തത് ക്രുസ്കൽ അൽഗോരിതം. ക്രുസ്കൽ അൽഗോരിതത്തിന്റെ ടൈം കോംപ്ലക്സിറ്റി ആണ് E log V. ക്രുസ്കൽ അൽഗോരിതം സ്ലൈറ്റ്ലി ലെസ് എഫിഷ്യന്റ് ആണ് ദാൻ ഒപ്റ്റിമൽ Dijkstra. ക്രുസ്കൽ അൽഗോരിതം Dijkstra അൽഗോരിതത്തിനേക്കാളും കുറച്ച് ലെസ് എഫിഷ്യന്റ് ആണ്. Why? Because it is needed to sort all the edges to find. നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്രുസ്കൽ അൽഗോരിതം പ്രിംസ് അൽഗോരിതം എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മിനിമം സ്പാനിങ് ട്രീ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. സോ എല്ലാ എഡ്ജസിനെയും സോർട്ട് ചെയ്ത് മിനിമം സ്പാനിങ് ട്രീ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഈ ക്രുസ്കൽ അൽഗോരിതത്തിന്റെ ടൈം കോംപ്ലക്സിറ്റി ആണ് E log V. അടുത്തത് ബെൽമാൻ-ഫോർഡ് അൽഗോരിതം ആണ്. ബെൽമാൻ-ഫോർഡ് അൽഗോരിതത്തിന്റെ ടൈം കോംപ്ലക്സിറ്റി ആണ് V into E, അതായത് ബിഗ് O of VE. സോ ബെൽമാൻ-ഫോർഡും ഡിജിസ്ട്രേനെയും ക്രുസ്കലിനെയും വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ലെസ് എഫിഷ്യന്റ് ആണ്. കാരണം എന്താന്ന് വെച്ചാൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, ബെൽമാൻ-ഫോർഡ് അൽഗോരിതം നെഗറ്റീവ് വെയിറ്റ്സും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. സപ്പോസ് എ ഗ്രാഫ് വിത്ത് നെഗറ്റീവ് വെയിറ്റ്സ് ഇസ് ഓൾസോ കൺസിഡർഡ് ബൈ ബെൽമാൻ-ഫോർഡ് അൽഗോരിതം ആൻഡ് ദ ടൈം കോംപ്ലക്സിറ്റി ഈസ് V into E. അടുത്തത് ലാസ്റ്റ്, അതല്ലെങ്കിൽ യു ക്യാൻ കോൾഡ് ആസ് ലീസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള നമ്മുടെ അൽഗോരിതം ആണ് എഡ്മോണ്ട്സ്-കാർപ്പ് അൽഗോരിതം. അവിടെ ടൈം കോംപ്ലക്സിറ്റി ബിഗ് O of VE സ്ക്വയർ ആണ്. VE സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇത് ലീസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു അൽഗോരിതം ആണ്. ആൻഡ് സ്പെസിഫിക് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഫോർഡ്-ഫുൾക്കേഴ്സൺ മെത്തേഡ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് ഫ്ലോ എങ്ങനെയാണ്, അതായത് മാക്സിമം നെറ്റ്വർക്ക് ഫ്ലോ ആണ് അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു എഡ്മോണ്ട്സ്-കാർപ്പ് അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു എഡ്മോണ്ട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലീസ്റ്റ് എഫിഷ്യന്റ് ആണ്. പിന്നെ വരുന്നത് എഫിഷ്യൻസി റാങ്കിങ്. സോ ഈ ഒരു ഇത്രയും അൽഗോരിതത്തിന്റെ ടൈം കോംപ്ലക്സിറ്റി ബേസ് ചെയ്തിട്ട് എഫിഷ്യൻസി എങ്ങനെ വരാം, അതായത് ഹൈയിൽ നിന്ന് ലോയിലോട്ട്. സോ ദ എഫിഷ്യൻസി ക്യാൻ ബി, അതായത് വെൻ വി ആർ കമ്പയറിംഗ് ദ അസിംപ്റ്റോട്ടിക് ഗ്രോത്ത് റേറ്റ്, ലോവർ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് കൂടുതൽ എഫിഷ്യന്റ് എന്നാണ് അതിന്റെ മീനിങ്. EV സ്ക്വയർ ആണ്. എഡ്മോണ്ട്സിൻ്റെത് EV സ്ക്വയർ ആണ്. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടിരുന്ന ഫ്ലോയ്ഡ് അല്ലെങ്കിൽ ബെൽമാൻ-ഫോർഡിൻ്റെത് EV ആണ്. EV ആണ്. സോ
The order can be big O of E plus V plus E less than big O of E plus V log V less than big O of E log V less than big O of V into E less than big O of E square. So ഏതിനാണോ ലെസ് ടൈം കോംപ്ലക്സിറ്റി അതാണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻറ്റ്. അങ്ങനെയാണല്ലോ നമ്മൾ എടുക്കുന്നത്. സോ വൺസ് നിങ്ങൾക്ക് എല്ലാ ടൈം കോംപ്ലക്സിറ്റിയും അറിയെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് അതിനെ ഒന്ന് എന്താ പറയുക ഓർഡറിൽ എഴുതാവുന്നതേ ഉള്ളൂ. ഇറ്റ് വിൽ ബി വെരി ഈസി. So shall we move on to the next question? Match the list 1 with list 2 and you have to choose the correct answer. Okay. List 1 ൽ തന്നിരിക്കുന്നത് നിങ്ങൾ നോക്കുക. Address resolution protocol, reverse address resolution protocol, internet control message, internet group message. Computer networks ലെ question ആണ്. List 2 ൽ തന്നിരിക്കുന്നത് മാപ്പിംഗ് ഫിസിക്കൽ അഡ്രസ് ടു ഐ പി അഡ്രസ്. ഒന്ന് രണ്ടെണ്ണം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൽ തോന്നും. കാരണം ARPയും RARPയും എളുപ്പമാണ്. കാരണം അത് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ആൻഡ് ദ സെക്കൻഡ് ലിസ്റ്റ് 2 ൽ തന്നിരിക്കുന്നത് യൂസ്ഡ് ബൈ ഹോസ്റ്റ് ആൻഡ് ദ റൗട്ടർ ടു സീഡ് ദ നോട്ടിഫിക്കേഷൻ ഓഫ് ദ ഡാറ്റാഗ്രാം പ്രോബ്ലം ബാക്ക് ടു ദി സെൻഡർ. അടുത്തത് തന്നിരിക്കുന്നത് ഹെൽപ്പ് എ മൾട്ടികാസ്റ്റ് റൗട്ടർ ഐഡന്റിഫൈ ഇൻ എ LAN. Then map the IP address to the physical address in this particular protocol. So നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓപ്ഷൻ നല്ലപോലെ നോക്കുക. കാരണം വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എയും ബിയും നിങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി റിമൈനിങ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. So what can be the correct answer? Yes, the correct answer is yes, we'll move on to our option. The first option A1, B2, C3 and D4. Second A2, B1, C4 and D3. Third option A4, B2, C3 and D1. Fourth A4, B1, C2 and D3. So which can be the correct option? So the correct option is option number 4, A4, B1. A4, B1 and C2 and D3. Right? So നമുക്ക് നോക്കിയാലോ എങ്ങനെയാ അത് വരുന്നതെന്ന്. ഫസ്റ്റ് നിങ്ങൾ നോക്കുക അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ. സോ ഇത് എപ്പോഴും നിങ്ങൾക്ക് എന്താ പറയാ ഒന്നൊന്ന് ക്ലിയർ ചെയ്ത് വെച്ചാൽ ഇറ്റ് വിൽ ബി വെരി ഈസി. IP അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സിലോട്ട് മാറ്റുന്നത്, അതായത് IP അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സിലോട്ട് മാറ്റുന്നതാണ് ആര്? അഡ്രസ് റെസൊല്യൂഷൻ. ഇനി ഫിസിക്കൽ ആയിട്ടുള്ള അഡ്രസ്സിനെ IP-ലോട്ട് മാറ്റുന്നതാണ് റിവേഴ്സ്. ദാറ്റ്സ് ഇറ്റ്. ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. IP അഡ്രസ്സിനെ ഫിസിക്കലിലോട്ട് മാറ്റുന്നതാണ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ ആൻഡ് ദിസ് വിൽ ബി എനേബിളിംഗ് ദ ഡിവൈസസ് ടു ഐഡന്റിഫൈ ഈച്ച് അതർ ഇൻ എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ അത് മാപ്പ് ചെയ്യുന്നത് ഫിസിക്കൽ അഡ്രസ്സിനെ IP അഡ്രസ് ആയിട്ടാണ്. സോ ദിസ് വിൽ ബി അസിസ്റ്റിംഗ് എ ഡിവൈസ് ഇൻ ഒബ്റ്റൈനിങ് ദ IP അഡ്രസ് ഡൈനാമിക്കലി. IP അഡ്രസ് ഡൈനാമിക്കലി നമുക്ക് ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റും. അടുത്തതാണ് ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ. ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ ഓർ യു ക്യാൻ കോൾഡ് ആസ് ICMP. ICMP ആക്ച്വലി അത് യൂസ് ചെയ്തിരിക്കുന്നത് ഹോസ്റ്റ് ആണ്. Okay, so this is used by host and the routers to send the error message. അതായത് ഈ ഒരു ICMP യൂസ് ചെയ്തിരിക്കുന്നത് ഹോസ്റ്റും റൗട്ടേഴ്സും ആണ് മെസ്സേജസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് മെസ്സേജസ് എന്ന് ഉദ്ദേശിക്കുന്നത് എറർ മെസ്സേജസും ആവാം and also diagnostics time. So and also the network diagnostics back to the sender. So it is used by the host and the routers to send the error message or the network diagnostics back to the sender. And also ഇത് ensure ചെയ്യുന്നുണ്ട് proper communication within the network. ആ ഒരു നെറ്റ്വർക്കിൽ തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അത് എന്ത് ചെയ്യുന്നുണ്ട്, അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് IGMP ആണ്. IGMP എന്ന് പറയുന്നത് ഇനി IGMP അതായത് ഇന്റർനെറ്റ് ഗ്രൂപ്പ് മാനേജ്മെന്റ് പ്രോട്ടോകോൾ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? IGMPയുടെ ഓൾവേസ് നമ്മൾ കാണുന്നതാണ് ഈ ഒരു മൾട്ടി കാസ്റ്റ് റൂട്ടേഴ്സ് എന്ന് പറയുന്നത്. സോ മൾട്ടി കാസ്റ്റ് റൗട്ടേഴ്സ് ഉണ്ട്. ഈ ഒരു IGMPയിൽ മൾട്ടി കാസ്റ്റ് റൗട്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് ഹോസ്റ്റിനെ ആൻഡ് ഇൻ എ LAN. ഒരു LANൽ വേണ്ട ഹോസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ആര്? IGMP. ആൻഡ് ഇതെന്ന് പറയുന്നത് ദിസ് ഇസ് എ പാർട്ട് ഓഫ് സ്പെസിഫിക് മൾട്ടി കാസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് ഓൾസോ അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് എഫിഷ്യന്റ് ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ.
സോ IGMP എന്ന് പറയുന്നത് മൾട്ടികാസ്റ്റ് റോട്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. അറ്റ്ലീസ്റ്റ് ആ ഒരു കീവേഡ് എങ്കിലും ഓർത്ത് വെച്ചാൽ ഇറ്റ് വിൽ ബി വെരി വെരി ഹെൽപ്ഫുൾ. അടുത്തത് അഡീഷണൽ ഇൻഫോർമേഷൻ ആണ്. ഞാൻ പറഞ്ഞു ഈ ഒരു പ്രോട്ടോകോൾസിന്റെ യൂസ് ആണ്. ഇതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. വൈ? ബിക്കോസ് ഈ ഒരു ഏരിയ എന്നൊക്കെ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ഇനിയും എക്സ്പെക്ട് ചെയ്യാം. സോ ARP എൻഷുർ ചെയ്യുന്നത് സീംലെസ് കമ്മ്യൂണിക്കേഷൻ ആണ് ബിറ്റ്വീൻ ദ ഡിവൈസ് ബൈ റിസോൾവിംഗ് IP അഡ്രസ്സിനെ MAC അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. RARP റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് IP അഡ്രസ് അസൈൻമെന്റ് ഇൻ എ സിനാരിയോ വേർ ദ ഡിവൈസ് ലാക്ക് ദ പെർമനന്റ് IP കോൺഫിഗറേഷൻ. സോ ഇവിടെ IP അഡ്രസ് അസൈൻമെന്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡിവൈസസ് ലാക്ക് പെർമനന്റ് IP കോൺഫിഗറേഷൻസ് കുറയും. ഇനി വരുന്നത് ICMP ആണ്. ICMP പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട് അബൌട്ട് ആ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂനെ കുറിച്ച് ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്, സച്ച് ആസ് അൺറീച്ചബിൾ ആയിട്ടുള്ള ഹോസ്റ്റ് അല്ലെങ്കിൽ കൺജസ്റ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക്. ഇതാണ് ICMP. ഇനി IGMP പറയുന്നത് അത് ഒപ്റ്റിമൈസ് ചെയ്യുന്നത് ഡാറ്റ ട്രാൻസ്ഫർ ആണ് ഫോർ ദി മൾട്ടികാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് നെറ്റ്വർക്ക് ഓവർലോഡ്. ഇത് IGMP-യിൽ വരുന്നതാണ്. ഇനി വരുന്നത് എന്താന്ന് വെച്ചാൽ പ്രോട്ടോകോൾസ് ആണ്. ഈ ഒരു പ്രോട്ടോകോൾസ് ആക്ച്വലി നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് പഠിക്കുമ്പോൾ ദർ ആർ വെരി ഡിഫറെന്റ് പ്രോട്ടോകോൾസ് വരുന്നത്. സോ ഈ ഒരു പ്രോട്ടോകോൾസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എവിടെയാണ് യൂസ് ചെയ്യുന്നത്, സോ അതാണ് മാറ്റേഴ്സ്. സോ ദ പ്രോട്ടോകോൾസ് ആർ യൂസ്ഡ് ടു ഫെസിലിറ്റേറ്റ് എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ വിത്തിൻ അക്രോസ് ദി നെറ്റ്വർക്ക് ആൻഡ് ഓൾസോ അത് എൻഷുർ ചെയ്യുന്നുണ്ട് എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ ടു മെയിൻറ്റെയിൻ ദ ഡാറ്റ ഇന്റഗ്രിറ്റി. മോർ ഓർ ലെസ് പോയിന്റ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആൻഡ് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡൈനാമിക് IP അഡ്രസ്സിനെ അലോക്കേഷൻ ആൻഡ് ദ ഡിവൈസ് ഐഡന്റിഫിക്കേഷൻ. ഇനി കുറച്ച് കീ ഫീച്ചേഴ്സ് ആണ്. ARP-യും RARP-യും ടുഗദർലി വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് അഡ്രസ് മാപ്പിംഗ്, അതായത് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷനിലെ അഡ്രസ് മാപ്പിങ്ങിനെ അത് ഹെൽപ്പ് ചെയ്യുന്നു. IGMP ഡയഗ്നോസ്റ്റിക്സ് ഇൻഫോർമേഷൻ, ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസിന് വേണ്ടി, അതായത് നെറ്റ്വർക്കിലെ ഡയഗ്നോസ്റ്റിക് ഇൻഫോർമേഷൻസിന് വേണ്ടിയിട്ട് ക്രൂഷ്യൽ ആണ്. IGMP ആസ് വി മെൻഷൻ അത് മൾട്ടികാസ്റ്റ് ഇൻഫോർമേഷൻ ആണ് കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, സോ shall we move on to the next question? So the question is, how many number of comparisons are required in the worst case to find out the second smallest element of n element list? n elements ഉള്ള ഒരു ലിസ്റ്റ് ഉണ്ട്. അതിൽ നിന്ന് വരുന്ന സെക്കൻഡ് സ്മോളസ്റ്റ് എലമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള വേർസ്റ്റ് കേസ് എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ the options are n plus log n minus 1, second n plus log n, third log n, fourth one n plus log n minus 2. So n elements ഉള്ള ലിസ്റ്റിലെ സെക്കൻഡ് സ്മോളസ്റ്റ് എലമെന്റിനെ നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം, അതിന്റെ ബെസ്റ്റ് വേ ആണ് നമ്മൾ പറയേണ്ടത്. സോ വാട്ട് ക്യാൻ ബി ദ കറക്റ്റ് ആൻസർ? പറയൂ. The correct answer is option number 4, n plus log n minus 2. So നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് വരുന്നതെന്ന്. To find the second smallest, see നമ്മളെ കയ്യിൽ n elementsന്റെ ഒരു ലിസ്റ്റ് ഉണ്ടല്ലേ. n elements ഉള്ള ഈ ഒരു ലിസ്റ്റിൽ നിന്ന് സെക്കൻഡ് സ്മോളസ്റ്റ് എലമെന്റിനെ അല്ലെങ്കിൽ സെക്കൻഡ് സ്മോളസ്റ്റ് എലമെന്റ് എത്ര എടുക്കുന്നു, എത്ര ടൈം, അതിനെ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ നമുക്ക് അവിടെ വേണം. So we need to conduct a comparison in a systematic way. First of all, നമുക്ക് ഇതിന്റെ എന്താണ് വേണ്ടത്? We have to find out the worst case, right? So ഒരു worst case scenario ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ കമ്പാരിസണിൽ വരുന്നത് the comparison will be involved building a tournament tree structure. ഒരു ടൂർണമെന്റ് ട്രീ സ്ട്രക്ചർ ആയിട്ടായിരിക്കും അവിടെ ഓരോ എലമെന്റും കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് to find the smallest and the second smallest. സോ ഒരു ടൂർണമെന്റ് ട്രീ ആയിട്ടായിരിക്കും അവിടെ വരുന്നത്. അത് കോമ്പീറ്റിംഗ് ഈച്ച് അതർ ടു ഫൈൻഡ് ദ സ്മോളസ്റ്റും ആൻഡ് സെക്കൻഡ് സ്മോളസ്റ്റും അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. So the number of comparison which is required to determine the smallest element. So ഒരു n elementൽ നിന്ന് വളരെ smallest element find out ചെയ്യാനുള്ള number of comparison ആണ് n minus 1. അവിടെ ഓരോ pair of element നമ്മൾ എന്ത് ചെയ്യുന്നു, compare ചെയ്യുന്നു. So the number of comparison required to determine the smallest element is n minus 1. Here each pair of element is compared.
രണ്ടാമത്തത് സപ്പോസ് സെക്കൻഡ് സ്മോളസ്റ്റ് എലമെന്റ് ആണ്, സപ്പോസ് സെക്കൻഡ് സ്മോളസ്റ്റ് എലമെന്റ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള കമ്പാരിസൺസും വേണം വിത്തിൻ ദ സബ്സെറ്റ് ഓഫ് ദി എലമെന്റ് ദാറ്റ് വി കമ്പയർ അഗെയിൻ ദ സ്മോളസ്റ്റ് എലമെന്റ്. സോ ഈ സ്മോളസ്റ്റ് എലമെന്റിന് n-1 ആണ്. ഈ സ്മോളസ്റ്റ് എലമെന്റിനെ കുറച്ചും കൂടി ആഡ് ഓൺ ആയിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ വി വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ദ സെക്കൻഡ് സ്മോളസ്റ്റ് ആണല്ലോ. സോ അങ്ങനെയെങ്കിൽ സെക്കൻഡ് സ്മോളസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഏറ്റവും വേണ്ട മാക്സിമം നമ്പർ ഓഫ് കമ്പാരിസൺസിന്റെ വേർസ്റ്റ് കേസ് ആണ് n പ്ലസ് അപ്പർ ബൗണ്ട് ഓഫ് ലോഗ് n മൈനസ് 2. സോ ഇവിടെ നമുക്ക് കുറച്ച് ആഡ് ഓൺ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ ഒരു പ്രോസസ്സ്? ഓക്കെ, സോ ഇതൊന്ന് നിങ്ങൾ നോക്കിയേ. അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോസസ്സസ്. സി ടൂർണമെന്റ് ട്രീ എന്ന് പറയുന്നത് അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എലമെന്റ്സ് ഉണ്ട്. ആ എലമെന്റ് കമ്പയർ ചെയ്തിരിക്കുന്നുണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ സ്മോളസ്റ്റ് വൺ. So after identifying the smallest element, second smallest element determine ചെയ്യുന്നത് എങ്ങനെയാണ്? By comparing the element that we are defeated by the smallest element. So after identifying the smallest element, the second smallest element determine ചെയ്യുന്നത് by comparing the element where we will be defeated with the smallest one. And the height of the tournament എന്ന് പറയുന്നത് log n ആണ്. അത് represent ചെയ്യുന്നത് the number of levels of comparison ബേസ് ചെയ്തിട്ടാണ്. And also ഒരു systematic approach നമുക്ക് കൊടുക്കാൻ പറ്റും for the second element to be found. So the equation will be n plus log n minus 1. So tournament tree method ഒരു കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിംഗിൽ നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് അത് എഫിഷ്യന്റ് ആയിട്ടുള്ള കമ്പാരിസൺ ബേസ്ഡ് ഓപ്പറേഷൻ ആണ്. ആൻഡ് ഇറ്റ്സ് ഓൾസോ യൂസ്ഡ് ഫോർ ദി ഒപ്റ്റിമൈസിംഗ് ദി അൽഗോരിതം. Next question, given below are the two statements and one is labeled as assertion A and the another one is labeled as the reason R. So A assertive statement തന്നിരിക്കുന്നത് OLAP systems are optimized for complex queries and analysis. OLAP systems optimize ചെയ്തിരിക്കുന്നത് കോംപ്ലക്സ് ക്വറീസിനും അനാലിസിസിനും വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത് OLTP systems ഡിസൈൻ ചെയ്തിരിക്കുന്നത് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് വിത്ത് ലാർജ് read only queries. OLTP systems ഡിസൈൻ ചെയ്തിരിക്കുന്നത് ട്രാൻസാക്ഷൻസ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ്. ലാർജ് റീഡ് ഓൺലി ക്വറീസ് ആണ് അവിടെ വരുന്നത്. സോ നിങ്ങൾ നോക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഇസ് ഓൾസോ എ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. വൈ? ബിക്കോസ് ഒലാപ്പിന്റെ ക്വസ്റ്റ്യനും OLTPയുടെ ക്വസ്റ്റ്യനും എപ്പോഴും നമുക്ക് പ്രീവിയസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. സോ ഐ വിൽ മൂവ് ഓൺ ടു ദി ഓപ്ഷൻ. So the options are both A and R are correct and R is the correct explanation of A. Both A and R are correct and R is not the correct explanation of A. Both A is correct but R is not correct. A is not correct but R is correct. So എന്തായിരിക്കും നമ്മുടെ ആ ഒരു correct answer? So the correct answer is option number 3. A is correct but R is not correct. So നമുക്ക് നോക്കാം. OLAP systems അതായത് ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ്, അതാണ് അതിന്റെ ഫുൾ ഫോം. ഇത് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത് കോംപ്ലക്സ് ക്വറീസിന് വേണ്ടിയിട്ടാണ് ആൻഡ് അനാലിസിസ്. ആൻഡ് ദിസ് വിൽ ബി മേക്കിംഗ് ഐഡിയൽ ഫോർ ടാസ്ക്. ഓരോ ഡിഫറെന്റ് ടാസ്കിന് അത് ഐഡിയൽ ആയിരിക്കും. ആൻഡ് ദിസ് വിൽ ബി ഇൻവോൾവ് മൾട്ടി ഡയമെൻഷണൽ ഡാറ്റ അനാലിസിസ് ആൻഡ് ദി ഡിസിഷൻ സപ്പോർട്ട്. സോ OLAP is good for decision making task, involves multi-dimensional data analysis and the decision support. മറ്റൊരു കാര്യം, OLAP systems ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടു ഹാൻഡിൽ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് നമുക്ക് ക്വിക്ക് റെസ്പോൺസ്, ആ ഒരു അനലിറ്റിക്കൽ ക്വറീസിൽ നിന്ന് ക്വിക്ക് റെസ്പോൺസ് നമുക്ക് കിട്ടും. ഇനി OLTP systems എന്ന് പറയുന്നത്, അതായത് ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ്, അതാണ് OLTPയുടെ ഫുൾ ഫോം. ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ് ആൻഡ് ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ്. ഓക്കെ, സോ ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ലാർജ് എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. സോ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ട്രാൻസാക്ഷൻ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ്. അത് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത് ലാർജ് നമ്പർ ഓഫ് സ്മോൾ ആയിട്ടുള്ള ഫ്രീക്വന്റ് ഓപ്പറേഷൻസ് ഉണ്ടാവും. അതായത് ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻസേർഷൻ ആവാം, അപ്ഡേറ്റ് ആവാം, ഡിലീറ്റ് ആവാം. ഓക്കെ, സോ OLTP systems എന്ന് പറയുന്നത് that are not optimized for large read only queries ന് അത് ഒപ്റ്റിമൈസ്ഡ് അല്ല. ആൻഡ് അത് ടിപ്പിക്കലി അത് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ OLAP ആണ്. സോ ഈ ഒരു assertive statement ആക്ച്വലി OLAPലെ കറക്റ്റ് ആണ്. ആൻഡ് the reason is provided in the OLAP is also not correct. സോ OLAPന്റെയും OLTPയുടെയും വളരെ കീ ഫീച്ചേഴ്സ് ആണ്. മേ ബി ദിസ് വിൽ ബി ഹെൽപ്ഫുൾ. ഇത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. സോ OLAPന്റെ അതായത്
ഒപ്റ്റിക്കൽ ആയിട്ടുള്ള അനലറ്റിക്കൽ പ്രോസസ്സിംഗ് ആണെങ്കിൽ അത് കോംപ്ലക്സ് ആയിട്ടുള്ള അനലറ്റിക്കൽ ക്വറീസിനെ യൂസ് ചെയ്യാം. അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൾട്ടി ഡയമെൻഷണൽ ഡാറ്റ മോഡൽ, അതായത് സ്റ്റാർ, സ്നോഫ്ലേക്ക്, സ്കീംസ്. ആൻഡ് ഇത് ഡാറ്റ അഗ്രിഗേഷൻ ആൻഡ് സമ്മറൈസേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ആൻഡ് എക്സാമ്പിൾസ് വിൽ ബി ഇൻക്ലൂഡ് ഡാറ്റ വെയർഹൗസ്, ബിസിനസ് ഇന്റലിജന്റ് ടൂൾസ്. ഓക്കെ, ദെൻ വരുന്നതാണ് OLTP. OLTP എന്ന് പറയുന്ന സമയത്ത് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടിങ്ങിൽ വരുന്ന ഇതാണ്. സോ ഒപ്റ്റിമൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗിൽ വരുന്നത്, അത് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത് ഡേ ടു ഡേ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ആണ്. അതായത് ഓരോരോ ട്രാൻസാക്ഷൻ ആയിരിക്കും. ആൻഡ് ലാർജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ കറണ്ട് ആയിട്ടുള്ള യൂസേഴ്സിനെ അത് ഹാൻഡിൽ ചെയ്യുന്നു. ഡാറ്റ ഇന്റഗ്രിറ്റി എൻഷുർ ചെയ്യുന്നു, ആൻഡ് ഇറ്റ് വിൽ ബി എൻഷുറിംഗ് ദ കൺസിസ്റ്റൻസി ത്രൂ ദി ആസിഡ് പ്രോപ്പർട്ടീസ്. ആൻഡ് ഓൾസോ ഒരു എക്സാമ്പിൾസ് കൊടുക്കുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് ദ ബാങ്കിങ് സിസ്റ്റം, ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ആൻഡ് ദ പോയിന്റ് ഓഫ് ദി സ്കെയിൽ സിസ്റ്റം. സോ ദ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒലാപ്പ് ഫോക്കസ് ചെയ്യുന്നത് ഡാറ്റ അനാലിസിസ് ആൻഡ് റിപ്പോർട്ടിംഗ് ആണ്, ബട്ട് OLTP ഫോക്കസ് ചെയ്യുന്നത് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ആണ്. ഒലാപ്പ് എന്ന് പറയുന്നത് റീഡ് സെൻസിറ്റീവ് ആണ്, ഇത് റൈറ്റ് സെൻസിറ്റീവ് ആണ്. ഒലാപ്പ് ടിപ്പിക്കലി വർക്ക് വിത്ത് ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ്, OLTP വർക്ക് വിത്ത് റിയൽ ടൈം ഡാറ്റ. നിങ്ങൾ കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. So we have to understand what is the difference between these two and how it is working and where it is working. Okay, ഈ രണ്ട് കാര്യങ്ങളും important ആണ്. So this is our last question. Arrange the following in the order of execution while proving a language is non-regular using pumping lemma. So pumping lemma വെച്ചിട്ട് ഇതൊരു നോൺ റെഗുലർ ആയിട്ട് വരുന്നത് ഏത് സിനാരിയോ ആണ്, ഈ ഒരു ഓർഡർ ഓഫ് എക്സിക്യൂഷൻ ഏതാണെന്നാണ് നമ്മളോട് പറഞ്ഞത്. So shall we move on to the options? Shall we move on to that arrangement which is given? So the first arrangement is split into XYZ satisfying the pumping lemma condition. രണ്ടാമത്തത് assume a language is regular. 3 choose a string of length greater than or equal to pumping length. 4 show contradiction when pumping is Y. So ഏതായിരിക്കും? ഈ 4 ഓർഡർ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ കറക്റ്റ് ആയിട്ട് നിങ്ങളോട് ഓർഡർ ചെയ്യാനാണ് പറഞ്ഞത്. അതായത് ഒരു ലാംഗ്വേജ് നോൺ റെഗുലർ ആണ്, പമ്പിംഗ് ലെമ്മ വെച്ച് ഒരു ലാംഗ്വേജ് നോൺ റെഗുലർ ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിന്റെ കറക്റ്റ് ഓർഡർ. So I'll move on to the option. The first one BCDA, second CDAB, third BCAD, and the fourth one ABCD. So what can be the correct answer? Parayu. The correct answer is option number 3, BCAD. So pumping lemma enna parayuna method which is used to prove whether the language is not regular. Language regular aano alleyo ennu parayunnanu pumping lemma. So pumping lemma il involve ചെയ്തിരിക്കുന്ന process, this process will be involved. This assume that ആദ്യം അത് assume ചെയ്യുന്നത് ലാംഗ്വേജ് റെഗുലർ ആണെന്ന് assume ചെയ്യുന്നു, എന്നിട്ട് അത് ഡിറൈവ് ചെയ്യുന്നു ഒരു കോൺട്രഡിക്ഷൻ, അതായത് ഈ ലാംഗ്വേജ് റെഗുലർ അല്ല. ആദ്യം റെഗുലർ ആണെന്ന് പറയുന്നു, പിന്നെ certain based on the certain proofs it will be telling it is not regular. Okay, so the key steps including choosing a suitable string, splitting into its parts, and demonstrating a contradiction when the string is pumped. ഇതും അതിൽ വരുന്നതാണ്. സോ അങ്ങനെയെങ്കിൽ ഈ ഒരു ഓർഡർ ഓഫ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത് ആദ്യം നമ്മുടെ ലാംഗ്വേജ് റെഗുലർ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. സോ ഇതാണ് വളരെ ഇനീഷ്യൽ സ്റ്റെപ്പ്. ഇതിൽ നിന്നാണ് നമ്മൾ പമ്പിംഗ് ലെമ്മ സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തത് നമ്മൾ ഈ ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പമ്പിംഗ് ലെങ്ത് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു. സോ ചൂസ് ദ സ്ട്രിങ് ഓഫ് ദി ലെങ്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പമ്പിംഗ് ലെങ്ത്. ഇതാണ് എൻഷുർ ചെയ്യുന്നത് ആ ഒരു സ്ട്രിങ് ക്യാൻ ബി പംപ്ഡ് ഇൻ ടു അക്കോർഡിംഗ് ടു ദ ലെമ്മ. ലെമ്മയുടെ ബേസിൽ നമുക്ക് സ്ട്രിങ് പമ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നതാണ് ഇത്. മൂന്നാമത്തത്, ഇനി നമ്മൾ ആ ഒരു സ്ട്രിങ്ങിനെ പാർട്സ് XYZ പാർട്സ് ആക്കി. ആദ്യം റെഗുലർ ആണെന്ന് പറഞ്ഞു, ഇനി സ്ട്രിങ്ങിന്റെ ലെങ്ത് ഗ്രേറ്റർ ദാൻ പമ്പിംഗ് ലെങ്ത് ആയിട്ട് എടുത്തു. ഇനി ആ സ്ട്രിങ്ങിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പാർട്സ് XYZ ആക്കി. ഇനി അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് പമ്പിംഗ് ലെമ്മ കണ്ടീഷൻ. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെഗുലർ ലാംഗ്വേജിന്റെ പ്രോപ്പർട്ടീസ് യൂട്ടിലൈസ് ചെയ്യുന്നത്. നാലാമത്തതാണ് കോൺട്രഡിക്ഷൻ സംഭവിക്കുന്നത്, അതായത് we have to show the contradiction when the pumping Y step into. So here we will be proving that the language is not regular. So language regular alla avadiരിക്കുന്നത് എപ്പോഴാണ്, പമ്പിംഗ് ലെമ്മയുടെ കണ്ടീഷൻസ് വയലേറ്റ് ചെയ്യുമ്പോഴാണ്. So the importance of pumping lemma. Pumping lemma is powerful tool ആണ് which is used for proving that non-regularity of a language.
ആൻഡ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് സ്ട്രക്ചേർഡ് അപ്രോച്ച് ആണ് ടു അറൈവ് അറ്റ് ദ കൺക്ലൂഷൻ ലോജിക്കലി. സോ പമ്പിംഗ് ലെമ്മ യൂസ് ചെയ്യുന്നത് ഓട്ടോമാറ്റ തിയറിയിൽ യൂസ് ചെയ്യുന്നു, ഫോർമൽ ലാംഗ്വേജ് അനാലിസിസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ബി ഹെൽപ്സ് ടു ഡിറ്റർമൈൻ വെദർ ദ ലാംഗ്വേജ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ എ ഫൈനൈറ്റ് ഓട്ടോമാറ്റൺ ഓർ നോട്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് പമ്പിംഗ് ലെമ്മ. ആദ്യം അത് റെഗുലർ ആണെന്ന് പറയുന്നു, പിന്നെ നമ്മൾ ആ ലെങ്ത് സെറ്റ് ചെയ്യുന്നു, ലെങ്ത് ഗ്രേറ്റർ ദാൻ പമ്പിംഗ് ലെങ്ത് ആയിട്ട് വെക്കുന്നു, എന്നിട്ട് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് XYZ ആക്കുന്നു, എന്നിട്ടാണ് നമ്മൾ അതിനെ കോൺട്രഡിക്ഷൻ പറഞ്ഞിട്ട് അല്ല ഇത് തെറ്റാണ് എന്ന് പറയുന്നത്. Okay, clear? So that's all for today's session. So thank you learners, thank you so much for searching the session. ഇന്നത്തെ ക്വസ്റ്റ്യൻസും എക്സ്പ്ലനേഷൻസും ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വരുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ അനദർ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും ഓഫ് December 2025 ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. So thank you learners so much for watching this session.